ഹായ് ഹലോ വെൽക്കം ടു നീൻസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിൽ നമ്മൾ ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ ഒരു ഹോളി വീഡിയോ ആണ്. നോർത്ത് ഇന്ത്യയിൽ എത്തിയതിന് ശേഷം ഞാൻ ആഘോഷിക്കാൻ തുടങ്ങിയ രണ്ട് ആഘോഷങ്ങളാണ് ദീപാവലിയും പിന്നെ ഹോളിയും. അതിപ്പോൾ വർഷാവർഷങ്ങളായിട്ട് മുടക്കാർ അങ്ങോട്ട് ചെയ്യാറുണ്ട്. ദീപങ്ങളുടെ ഉത്സവമായിട്ടുള്ള ദീപാവലിയും പിന്നെ കളറുകളുടെ ഉത്സവമായിട്ടുള്ള ഹോളിയും അടിപൊളി വൈബാണ്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ. നമ്മുടെ നാട്ടിൽ ചെറിയ വിഷുവും ചെറിയ ഓണമൊക്കെ ആഘോഷിക്കണ പോലെ ഇവിടെ ചെറിയ ഹോളിയും ആഘോഷിക്കാറുണ്ട്. അന്നാണ് എല്ലാവരും ഇതുപോലുള്ള കളേഴ്സ് കാര്യങ്ങളൊക്കെ മേടിച്ചെടുക്കുന്ന ദിവസം. അപ്പം നമ്മളും അങ്ങനെ ഹോളിയുടെ തലേ ദിവസത്തേക്ക് വന്നതാണ് സംഭവങ്ങളൊക്കെ മേടിച്ചെടുക്കാനായിട്ട്. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് അപേക്ഷിച്ചിട്ട് ഈ ഒരു വർഷം ഒരുപാട് ഓർഗാനിക് ആയിട്ടുള്ള കളേഴ്സ് കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ എത്തി എന്നുള്ളതാണ് ഈ ഒരു ഇയറിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ ഉപയോഗിച്ചിട്ടുള്ള കളേഴ്സൊക്കെ മാറ്റി എല്ലാവരും ഓർഗാനിക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. സാധാരണ ഇവിടുന്ന് ഹോളി കഴിഞ്ഞാൽ പിന്നെ 2 ദിവസത്തേക്ക് കുളിച്ചാലും പോവാത്തത്ര കളറ് നമ്മുടെ തലയിലും ദേഹത്തും ഒക്കെ ഉണ്ടാവും. ഇവിടെ ഹോളിക്ക് വെറും കളേഴ്സ് മാത്രമല്ല കേട്ടോ, ഇതുപോലെ നല്ല പൊരിച്ച ഐറ്റംസും അങ്ങനെ ഒരുപാട് ലംകിൽസ് ഐറ്റംസൊക്കെ ഈ ഒരു സമയത്ത് വെക്കും. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇതുപോലുള്ള കടകളും സജീവമായിരിക്കും. ഇന്ന് നമ്മൾ പോകുന്നത് ഹോളിയിലെ ഏറ്റവും അടിപൊളിയും നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള ഗുജിയ വാങ്ങാനായിട്ടാണ്. ഇത് നമുക്ക് വീട്ടിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ ഒരു ഗുജിയ സംഭവം ഇവിടെ തന്നെ 2-3 വെറൈറ്റി ഉണ്ട്. അതായത് നെയ്യിൽ പൊരിച്ചെടുത്തിട്ടുള്ളതും ഓയിലിൽ പൊരിച്ചിട്ടെടുത്തിട്ടുള്ളതും അങ്ങനെ പല പല വെറൈറ്റി ഓയിലിലും ഒക്കെ പൊരിച്ചിട്ടെടുത്തുള്ള ഗുജിയാസ് നമുക്ക് കിട്ടും. നമ്മുടെ നാട്ടിലെ കുഞ്ഞി അടയില്ലേ, അതേപോലെയുള്ള ടേസ്റ്റാണ് ഇതിന് ഉണ്ടാവുക. പക്ഷേ കുറച്ച് ഫില്ലിങ് വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രം. അങ്ങനെ ഹോളി ഷോപ്പിംഗ് ഒക്കെ ഒരുവിധം കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് വേണം ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അതായത് പിറ്റേ ദിവസത്തെ ഹോളിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇവിടെ കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഹോളി അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പൂജ കാര്യങ്ങളൊന്നും ചെയ്തില്ല. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ ഹോളീൻ്റെ കളേഴ്സൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഹോളി ആഘോഷിക്കാനായിട്ട് പോവാണ്. നമ്മൾ കുറച്ച് വൈബ്രൻ്റ് ആയിട്ടുള്ള എല്ലാ കളേഴ്സും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഒരുപാട് കളേഴ്സ് എല്ലാം ആവശ്യമില്ല. എന്താ വെച്ചാൽ ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത വീട്ടിലുള്ളവരും എല്ലാവരും ഒരുപാട് കളേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുതരും. അപ്പം നമ്മൾ ആദ്യം തന്നെ ഋഷിക്കുട്ടനാണ് കളർ ചെയ്ത് കൊടുത്തത്. അവൻ എൻ്റെ മേലെയും തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഋഷീനെ സംബന്ധിച്ച് ഇതേപോലുള്ള ആഘോഷങ്ങളൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവൻ ചെയ്യുക. അവന് ഇതേപോലെ ഇപ്പോൾ ഹോളി ആണെങ്കിലും അല്ലെങ്കിൽ ദിവാലി ആണെങ്കിലൊക്കെ ആഘോഷിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പിന്നെ നമ്മളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളറൊക്കെ വാരി തേച്ചു കേട്ടോ. നല്ല രസമാണ് ഇങ്ങനെ ചെയ്യുന്നത് കാണാൻ. ഇപ്രാവശ്യം നമ്മൾ മേടിച്ച കളറെല്ലാം ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പെട്ടെന്ന് നമ്മുടെ ഫേസിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഫാമിലി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു. കളറിങ് സെക്ഷൻസൊക്കെ ഏകദേശം കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമ്മൾ അടുത്ത വീട്ടിലെ ടെറസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെയാണ്. നമുക്ക് ഒരു മതിലിൻ്റെ വ്യത്യാസം മാത്രം, മതിലല്ല ഒരു ചെറിയൊരു പാർട്ടീഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ അടുത്ത വീടുമായിട്ട്. അങ്ങനെ അവിടുത്തെ വീട്ടിലെ ചേച്ചി വന്നിട്ട് എൻ്റെ മേലെയൊക്കെ തേക്കുണ്ടായിരുന്നു. ഞാൻ ചേച്ചിയുടെ മേലെയും തേച്ചു. അങ്ങനെ ഒരുപാട് ആൾക്കാർ അവിടെ നിന്നൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടനും അടുത്ത വീട്ടിലെ ആൾക്കാരൊക്കെ ആയിട്ട് തേച്ചു. അപ്പുറത്തെ വീട്ടിലെ ആൻറ്റി, അങ്ങനെ ഒരുപാട് ആൾക്കാർ. ആക്ച്വലി നമ്മൾ ഇവിടെ വന്നതിൻ്റെ ശേഷം ഇവരൊക്കെ ആയിട്ടാണ് കേട്ടോ കൂടുതലായിട്ട് കമ്പനി കാര്യങ്ങളൊക്കെ. എന്ന് വെച്ചാൽ വിൻ്റർ ആകുമ്പോൾ നമ്മളെല്ലാവരുടെയും ലൈഫ് ടെറസിന് മുകളിലായിരിക്കും. അപ്പോൾ കൂടുതലും നമ്മൾ താഴത്ത് ഫ്ലോറിൽ നിന്ന് സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ ഈ ടെറസിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള സംസാരവും കാര്യങ്ങളാണ്. അതായത് ഇവരെൻ്റെ ചത്ത് ഫ്രണ്ട്സാണ്, അതായത് ചത്തിലുള്ള ഫ്രണ്ട്സായിട്ടുള്ള ആൾക്കാരാണ്. അവിടെ നിന്നിട്ടാണ് നമ്മളെ കഥ പറച്ചിൽ കാര്യങ്ങളൊക്കെ നടക്കാറ്. അപ്പോൾ നമുക്ക് അവിടുന്ന് ആൻറ്റി ഗുജിയ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു സംഭവം. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. പിന്നെ അവർ രണ്ടുപേരും ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വാട്ടർ ബലൂണിൽ വെള്ളം നിറയ്ക്കുന്ന പരിപാടിയാണ്. അത് പരസ്പരം എറിഞ്ഞ് കളിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എനിക്കതത്ര വലിയ താല്പര്യമില്ലാത്ത ഒരു ഏരിയ ആണിത്. എന്നാലും അവർ ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത്, പക്ഷേ അതിലങ്ങോട്ട് നിറയുന്നില്ലായിരുന്നു. എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഒരു സംഭവത്തിന്.
അങ്ങനെ വാട്ടർ ബലൂണിൽ വെള്ളം നിറയാത്തതുകൊണ്ട് മനേട്ട പിന്നെ ഊതി വീർപ്പിച്ചിട്ടാണ് ഈ ഒരു സംഭവം സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത്യാവശ്യം കുറപ്പ്, പക്ഷെ മൊത്തം ലീക്കേജ് ആയിരുന്നു, നമ്മൾ ഉദ്ദേശിച്ച പോലെ വന്നിട്ടില്ലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ അത് ഊതി ഊതി ഇതേപോലെ കുറച്ച് വെള്ളം പിന്നെ കുറച്ച് എയറൊക്കെ വെച്ചിട്ടുള്ള സംഭവമൊക്കെ സെറ്റാക്കി എടുത്തു. പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഗുജിയ കഴിച്ചു, നല്ല ടേസ്റ്റാണ്. ഇത് ഗീയിൽ ഉണ്ടാക്കിയായിരുന്നു, ഞാൻ മേടിച്ചത് ഗീലല്ലാണ്ട് സാധാ ഓയിലിൽ ഉണ്ടാക്കിയായിരുന്നു. എന്താ വെച്ചാൽ കുറച്ചുകൂടെ ഫാറ്റി ആയിരിക്കും നമ്മൾ ഗീയിൽ ഉണ്ടാക്കിയത്, പക്ഷേ സൂപ്പർ ടേസ്റ്റാണ് ഗീയിൽ ഉണ്ടാക്കിയ ആ ഗുജിയ. ഇത് നമുക്ക് കുറച്ച് ദിവസം കീപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ നാട്ടിൽ വിഷുവിന് നെയ്യപ്പം ഉണ്ടാക്കണില്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെ ഹോളിക്ക് ഗുജിയ ഉണ്ടാക്കുന്നത്. എല്ലാ വീട്ടിലും ഉണ്ടാവും, അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കാനായിട്ട് കിട്ടും. അത് ഭയങ്കര സ്പെഷ്യലാണ്, പൂജയിലൊക്കെ വെച്ച് കൊടുക്കാനായിട്ടും ഈ ഒരു ഐറ്റം ഉപയോഗിക്കും. അങ്ങനെ ഈ ഗുജിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കുറച്ച് പട്ടിഷോ കാര്യങ്ങൾ വീഡിയോ കുറച്ച് റീൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കലായിരുന്നു പരിപാടി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തെത്തിയപ്പോഴാണ് കുറച്ച് പേര് മിഷൻ ഗണ്ണും വാട്ടർ ടാങ്കും ഒക്കെ ആയിട്ട് വന്നത്. പിന്നെ ഞാൻ ഓടി അകത്ത് പോയി. പിന്നെ ഇത് കണ്ടോ, ആ ബാഗിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് പിന്നെ ഒരു ഗണ്ണ് പോലെ സംഭവം വെച്ചിട്ട് ഋഷിക്കുട്ടൻ്റെ മേലേക്ക് എൻ്റെ മേലേക്ക് എല്ലാവരും മേലേക്ക് ഇങ്ങനെ അടിക്കുകയാണ് ചെയ്യുക. ഇവിടുന്ന് കുറേ പിള്ളേരിട്ട് കേട്ടോ, നമ്മുടെ ഫോണൊക്കെ നനച്ച് വന്നിട്ടുണ്ടായിരുന്നു അവർ. അങ്ങനെ കുറേ പിള്ളേർ വന്ന് ഇവിടെയൊക്കെ അലമ്പാക്കി മൊത്തം വീടൊക്കെ മൊത്തം കളറും വെള്ളവും ഒക്കെ ആയിരുന്നു. പക്ഷെ നല്ല രസമാണ് കേട്ടോ, അതേപോലെയുള്ള എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്കിതൊക്കെ എന്ത് രസമായിട്ടാണെന്ന് തോന്നുക. പിന്നെ എന്നെ സംബന്ധിച്ച് ഇതുപോലുള്ള ആഘോഷങ്ങളൊക്കെ ഒരു കൂട്ടായ്മ കൂടിയാണ്. അങ്ങനെ പുറത്ത് നമ്മൾ വഴിയിൽ നിന്നിട്ട് അവിടെ പോകുന്നവരും വരുന്നവരൊക്കെ നമ്മളെ മേലെയും വാരിത്തെച്ച് നമ്മൾ തിരിച്ചും കളേഴ്സ് വാരിത്തൊക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് മനുവേട്ടൻ്റെ കോല അതായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് കുട്ടികൾ മൊത്തത്തിൽ വെള്ളത്തിൽ കളിക്കുമായിരുന്നു. അവർ പുറത്ത് ആ കാറിൻ്റെ മേലെ മൊത്തം ആ ഒരു ഏരിയ മൊത്തം വെള്ളവും കളറും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഇതൊക്കെ കാണുമ്പോൾ ഒരു രസമാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഹോളി.